കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ലബക്കടയ്ക്കും പരപ്പിനുമിടയിൽ ഒറ്റ രാത്രി നടന്നത് 4ഓളം അപകടങ്ങളാണ്. റോഡിലെ ചില ഭാഗങ്ങൾ അറുത്തുമാറ്റിയതാണ് അപകടത്തിനിടയാക്കിയത്. നിർമ്മാണത്തിലെ അപാകത മൂലം ഈ ഭാഗത്ത് പൊട്ടൽ രൂപപ്പെട്ടിരുന്നു. മലയോര ഹൈവേ നിർമ്മാതാക്കൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് BM ചെയ്ത ഭാഗം അറുത്തുമാറ്റിയ ഭാഗങ്ങളിൽ സൂചനാ ബോർഡോ റിബണോ കെട്ടിയിരുന്നില്ല. പകൽ കടന്നുപോയ റോഡിൽ പ്രതീക്ഷിക്കാതെ കുഴിയുണ്ടായതോടെ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു. 4 ബൈക്കുകൾ കഴിഞ്ഞ രാത്രിയിൽ മറിഞ്ഞത്. തൊപ്പിപ്പാളയിൽ ബൈക്ക് മറിഞ്ഞ 2 പേരുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ ഒരാൾ നാളെ സ്പോർട്സ് കോളേജിൽ ചേരാൻ മെഡിക്കൽ എടുക്കാനിരിക്കുകയായിരുന്നു. ഈ വർഷം കോളേജിൽ ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ നടപടി കാരണം ഒരു യുവാവിന്റെ ഭാവി തന്നെ ഇല്ലാതായിരിക്കുകയാണ്. കുറച്ചുപേര് കളി കഴിഞ്ഞ് രാത്രി വരുന്നതായിരിക്കും ഇങ്ങനെ ഇവിടെ വഴി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു. കൃത്യമായിട്ട് നിർദ്ദേശമൊന്നും അറിയാനുള്ള സൈൻ ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരെ വന്ന് ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് ഈ അപകടം നടന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ റോഡ് പണി നടക്കുന്നതിന് ഈ കുറേ കാണുന്ന ബോർഡ് പോലും വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പണി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നിർദ്ദേശം നമുക്കൊന്നും കിട്ടിയില്ല. ഇത്ര അധികം വണ്ടി പോകുന്ന വഴിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ അവർ ഈ റോഡ് പണിക്കാർ കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം അവിടത്തെ നമ്മുടെ കൂട്ടുകാർക്ക് രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾക്ക് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ആയി. 2 പേർക്ക് നല്ല സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. മലയോര ഹൈവേ നിർമ്മാതാക്കൾ BM ചെയ്തത് ശരിയാവണ്ണമായിരുന്നില്ല. അതിനാൽ വാഹനം ഓടി പലയിടത്തും വിള്ളൽ ഉണ്ടാവുകയും താഴുകയും ചെയ്തു. ഈ ഭാഗങ്ങളാണ് അറുത്ത് നീക്കിയത്. തുടർച്ചയായ അപകടം ഉണ്ടായതോടെയാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നരിയമ്പാറ മുതൽ മാട്ടുകെട്ട വരെ ഉള്ള ഭാഗത്ത് പാച്ച് വർക്കോ എന്തോ അനുബന്ധ പരിപാടികൾ നടക്കുമായിരുന്നു ഇന്നലെ. അതിൻ്റെ ഭാഗമായിട്ട് റോഡ് കട്ട് ചെയ്ത് നിരവധിയായ സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാതൊരുവിധ സൈൻ ബോർഡുകളോ ബാക്കി ഒരു കാര്യങ്ങളോ വെച്ചിട്ടില്ല. തന്മൂലം ഇന്നലെ നിരവധിയായ യാത്രക്കാർക്ക് ഈ കട്ടറിൽ വീണ് പരിക്കുണ്ടായി. എല്ലാവരും ഹോസ്പിറ്റലിൽ സാരമായ പരിക്കുകൾ ഉണ്ട്. അവർക്ക് വേണ്ട നഷ്ടപരിഹാരം ഈ കരാറുകാരൻ്റെ ഭാഗത്തുനിന്ന് എത്തിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചപ്പാത്ത് മുതൽ നരിയമ്പാറ വരെയുള്ള റീച്ചിലെ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. ഒട്ടും വേഗതയില്ലാതാണ് അഴിമതി നിറഞ്ഞ നിർമ്മാണം നടന്നുവരുന്നത്. ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണവുമായി മലയോര ഹൈവേ നിർമ്മാതാക്കൾ മുന്നോട്ട് പോകുന്നതെന്നും ആരോപണമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് നിർമ്മാണം നല്ല രീതിയിൽ നടത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.